വെടിമരുന്ന് നിർമ്മാണശാലകളിൽ പണിയെടുക്കുന്ന ആളുകളെന്ന് പറയുന്നത് അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഓരോ ദിവസവും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ തൃശ്ശൂർ പൂരത്തിന് സാമ്പിളിനായാലും പ്രധാന വെടിക്കെട്ട് ദിവസമായാലും നമ്മൾ ഓരോ പൂരപ്രേമികളെയും സന്തോഷിപ്പിക്കുന്ന, ആവേശത്തിൻ്റെ ഉന്നതിയിലെത്തിക്കുന്ന ആ വെടിക്കെട്ട് അത് വളരെ മനോഹരമായി നടക്കുന്നത് ഇതുപോലെയുള്ള ഒട്ടനവധി സാധാരണക്കാർ ദിവസങ്ങളോളം ഇത്തരത്തിലുള്ള വെടിക്കെട്ട് പുരയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിൻ്റെ ഫലമായാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതുപോലെയൊരു അപകടം സംഭവിക്കുമ്പോൾ അവരുടെ ഉറ്റവർക്കും പരിക്കേറ്റവർക്കും വേണ്ട വിധത്തിലുള്ള ധനസഹായം നൽകുക, ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനി ഇതുപോലൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം കൂടി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ഷനാണ്, അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ ഘട്ടത്തിൽ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ സാനു? അതുപോലെ തന്നെ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുമെന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ ഈ ധനസഹായം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ സാനു? തീർച്ചയായിട്ടും ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനസഹായം അല്ലെങ്കിൽ ഈ ഒരു മരണപ്പെട്ടവർക്കുള്ള ധനസഹായ പ്രഖ്യാപനം, ഒപ്പം തന്നെ പരിക്കേറ്റവർക്കുള്ള സഹായധന പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ള നിലയിലുള്ള ഒരു പ്രഖ്യാപനം ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോട് കൂടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേരുന്നുണ്ട്, ദേവസ്വങ്ങളുടെ യോഗം ചേരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ച തിരുവമ്പാടിയുടെ വിഭാഗത്തിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്, അത് അനൗദ്യോഗികമായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ള, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളോ വിശദീകരണങ്ങളോ ഒന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല. പൂരം ചടങ്ങുകളായി മാത്രം നടത്താൻ, ചടങ്ങിൽ ഒതുക്കിക്കൊണ്ട് നടത്താനുള്ള ഒരു തീരുമാനം തത്വത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗത്ത് അത് നടക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വലിയ ഒരു ദുരന്തമുണ്ടാകുന്നു. നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തൊരു സ്ഥലം, അതായത് അടുത്തെങ്ങും വീടുകളില്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ. ഫയർഫോഴ്സിനടക്കം ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. മണിക്കൂറുകൾ അവർ അവിടെ കാത്തു നിന്നതിന് ശേഷം പ്രത്യേകം വഴിവെട്ടി, അതായത് മാന്ത്രി യന്ത്രം ഉപയോഗിച്ച് വഴി വെട്ടിയതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു അപകടം നടന്ന, ഈ ഒരു തീപിടുത്തമുണ്ടായ പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചത്. കാരണം അവരെത്തിയതിന് ശേഷവും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു. അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വലിയ പൊട്ടിത്തെറികൾ, തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ ഇതിനുള്ളിൽ നിന്ന് ഉണ്ടാവുന്നു. ഈ മുകളിലേക്ക് ആകാശത്തേക്കും അതേപോലെ തന്നെ പല ഭാഗത്തേക്ക്, നമ്മൾ നിന്ന ഭാഗത്തേക്ക് പോലും തന്നെ വന്നിവ പൊട്ടിത്തെറിച്ച് വീഴുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷികളായിരുന്നു. അതിനൊപ്പം തന്നെ ഇതിനുള്ളിൽ നിന്നുള്ള മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോലും ചിതറി വീഴുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ കാണേണ്ടി വന്നു, അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. കാരണം കേവലം മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അവരുമായിട്ട് സംവദിച്ചു പോയ നമ്മൾ പിന്നീട് അവരുടെ ചിഹ്ന ഭിന്നമായിട്ടുള്ളൊരു ശരീരം കാണേണ്ടി വരിക എന്ന് പറയുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് മറ്റൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ നിലയിലുള്ളൊരു അപകടം, ആ അപകടത്തിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇന്ന് എന്തായാലും അധികൃതർ പോകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയും വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളുണ്ടോ ഇതിന് പിന്നിൽ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അന്വേഷണമാകും ഇന്നുണ്ടാവുക. ഇന്നലെ നമുക്ക് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ വലിയ ചൂടാണ്. ആ ചൂടിൽ നിന്ന് തിരിയിലേക്ക് ഈ ഒരു തീപ്പൊരി പടർന്നതാണ് ഇത്തരത്തിലുള്ള വലിയൊരു സ്ഫോടനത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമികമായിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതൊന്നുമല്ല കാര്യം. ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണമാണ് ആവശ്യം. അത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ, അതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു അന്വേഷണത്തിനൊടുവിൽ മാത്രമേ അതിലേക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അത്തരത്തിലുള്ളൊരു അന്വേഷണം ഇന്നുണ്ടാകും, നാനാഭാഗങ്ങളിൽ നിന്നുണ്ടാകും. കടാവർ നായ്ക്കൾ അടക്കം എത്തിയിട്ടുണ്ട്. അവ ഇപ്പോൾ സമയത്തിനുള്ളിൽ തന്നെ ഈ അപകടം നടന്ന പ്രദേശത്തിനുള്ളിലേക്ക് കടക്കും. കാരണം ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്, അവരെ കണ്ടെത്താനുണ്ടെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ അപകടം നടക്കുന്ന സമയത്ത് 45ഓളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ അത്രയും ആളുകളെ ഇപ്പോൾ ആ ഒരു ലിസ്റ്റ് പ്രകാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇനി ആരെങ്കിലും മണിക്കൂറുകൾ നിന്ന് കത്തിയ സ്ഥലമാണ്, മണിക്കൂറുകൾ സ്ഫോടനമുണ്ടായ സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇനിയും എത്രത്തോളം റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇത്തരം നായ്ക്കളെയും അതേപോലെ തന്നെ സാങ്കേതികമായിട്ട്
എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിശദമായിട്ടുള്ളൊരു പരിശോധനയിലൂടെ മാത്രമേ ഇനിയും ആരെങ്കിലുമൊക്കെ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടോ, ആരുടെയെങ്കിലുമൊക്കെ അവശിഷ്ടമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുള്ളൂ. കാരണം 9-ലധികം ആളുകളുടെ മൃതശരീര അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ നമ്മുടെ ഈ പരിശോധനയ്ക്കൊടുവിൽ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ മറ്റു ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ളൊരു പരിശോധന അത് ഇന്ന് നടക്കും. അതിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വെളിവാകുള്ളൂ. ശരിയാണ് സാനു, 45ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സാനു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ചിലരുടെ മൃതദേഹങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അവരിൽ ചിലരെ മാത്രമാണ് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സ ലഭ്യമാക്കാനും സാധിച്ചത് എന്ന് പറയുമ്പോൾ ഇനിയും ഏറെ പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് തീർത്തും ദുഃഖകരമാണ്. അതുപോലെ തന്നെ സാനു, ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ഒരു 500 മീറ്റർ പരിധിക്കുള്ളിൽ ചില വീടുകൾ ഉണ്ടായിരുന്നു എന്നറിയാൻ കഴിയുന്നു. അപ്പോൾ ആ വീടുകളിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ ഏതാണ്ട് ഒരു ഭൂകമ്പം നടന്നതിൻ്റെ ഒരു പ്രതീതിയായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. അവരുടെ വീടുകളിലുള്ള പല സാമഗ്രികളും നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് സാനു ഈ അടുത്തുള്ള വീടുകളിലേക്കെല്ലാം ചെന്നപ്പോൾ അവിടെ നിന്നും കാണാൻ കഴിഞ്ഞ കാഴ്ച സാനു? അതായത് വലിയ പ്രകമ്പനത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഈ സമീപവാസികൾ പറയുന്നത്. കാരണം ഇത്രയധികം സ്ഫോടനം, ഇത്രയധികം വസ്തുക്കൾ വിടുന്ന ഒരേ സമയത്ത് പൊട്ടുപോളം ഉണ്ടാകുന്ന പ്രകമ്പനം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ പോലെയായിരുന്നു ഈ സംഭവം നടന്നതെന്നാണ് അവർ പറയുന്നത്. ആദ്യം ഒരു പടക്കം പൊട്ടുന്നു, അതിന് പിന്നാലെ അല്പസമയങ്ങൾക്ക്, അതായത് സെക്കൻഡുകൾ വ്യത്യാസത്തിൽ 2 ശബ്ദം കൂടെ കേൾക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ പിന്നെ കേട്ടത് ഒരു വലിയ തീഗോളം ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതാണ്. ഇതിന് സമീപത്ത് ഈ പാടശേഖരത്തിൻ്റെ നടുവിന് സമീപങ്ങൾ, അതായത് ഇതിന് പുറത്ത് വീടുകളുണ്ട്. ആ വീടുകളുടെ ഓടുകൾ, ഒപ്പം തന്നെ ഈ ജനൽ ചില്ലുകളെല്ലാം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും തകർന്ന് താറുമാറായിട്ടുള്ള നിലയിലാണ്. കാരണം അവരൊക്കെ ഈ ഒരു ഞെട്ടലിൽ നിന്ന്, ഈ ഒരു ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് വിട്ടൊഴിയാതെ ഇപ്പോഴും അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം അവരെല്ലാ ദിവസവും രാവിലെ ഇവരെ കാണുന്നു, ഈ തൊഴിൽ ചെയ്യാൻ വരുന്നവരെ കാണുന്നു. അവർ ഇവിടെ ഇവരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരോട് കുശലം പറയുന്നു. പിന്നെ ആ ഒരു മണിക്കൂറുകൾക്ക് ശേഷം പിന്നെ അവരറിയുന്നത് ഇവരൊന്നും ഈ ഭൂമിയിലില്ല എന്നുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്ത ആണ് അവരറിയുന്നത്. ഇവരുടെയൊക്കെ വീടുകൾക്ക് മുന്നിലൂടെയാണ് അവർ അന്നും കണ്ട് സംസാരിച്ചിട്ടുള്ളവരുടെ ഛിന്ന ഭിന്നമായിട്ടുള്ള ശരീരാവശിഷ്ടങ്ങളുമായി പോകുന്ന കാഴ്ച ആ നാട്ടിലെ ജനങ്ങൾ കാണുന്നു. അങ്ങനെ ഈ ഒരു വലിയ ജനങ്ങളെ, അതായത് തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിലുള്ള ഒരു ആവേശമാണ്. ആ ആവേശത്തിൻ്റെ ഭാഗമാണ് വെടിക്കെട്ടെന്നുള്ളത്. കാരണം വാനിൽ ആവേശം വിതറിക്കൊണ്ട് ഈ വർണ്ണ പടക്കങ്ങൾ മുകളിൽ പൊട്ടി വിരിയുന്നതിന് വേണ്ടി ഹോമിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. 45 പേർ എന്ന് പറയുമ്പോൾ അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സന്തോഷമുണ്ടാക്കുന്നതിന് വേണ്ടി ജീവിതം ഈ ഒരു മണ്ണിൽ അവസാനിപ്പിക്കേണ്ടി വന്നവരാണ്. അവർ ഈ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുള്ളവരല്ല. കാരണം നമ്മൾ അവരോട് വന്ന് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞത്, ഞങ്ങൾ വലിയ വർഷക്കാലമായിട്ട്, വളരെ കാലമായിട്ട് ഈ ഒരു മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ്, ഇതിൽ വൈദഗ്ധ്യമുള്ളവരാണ്, കുലത്തൊഴിലാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇതിലൊരു ഭയമുള്ള സംഭവമല്ല. ഇതൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളവരാണ്. മാത്രമല്ല കേരളത്തിലെ എണ്ണം പറഞ്ഞ വെടിക്കെട്ടുകളിലൊക്കെ നടത്തിയിട്ടുള്ള പരിചയ സമ്പത്തുള്ള ആളുകളാണ്. അപകട സ്ഥലത്തു നിന്നും വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സാനു. ഏറെ ദൗർഭാഗ്യകരമായ, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ 3:30 സംഭവിച്ചത്. ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും അരുൺ കൊടുങ്ങൂർ കൂടി ചേരുകയാണ്. അരുണെ, ഈ പരിക്കേറ്റ നിരവധി ആളുകളെ നമുക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ചില തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹ ഭാഗങ്ങൾ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം നടന്നാൽ മാത്രമേ അവർ ആരൊക്കെയാണ്, അവരുടെ ബന്ധുക്കൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം എപ്പോഴാണ് ആശുപത്രി അധികൃതർ കടക്കുക?
തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്നത് ഈ DNA പരിശോധനയ്ക്കുള്ള ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പുലർച്ചെയോടെ തന്നെ കൃത്യമായി തന്നെ ഒരു പരിശോധന നടത്തുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരടക്കുന്ന സംഘം ഇന്ന് പുലർച്ചെയോടെ ഇവിടെ എത്തി. അതിനുശേഷമുള്ള പരിശോധനാ നടപടികളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൃത്യമായ രീതിയിലേക്കുള്ള ഒരു പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ കൂടി ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികളൊക്കെ തന്നെയും കൃത്യമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 2 പേര് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോഴും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആശങ്കയായി തന്നെ നിൽക്കുകയാണ്. നിലവിൽ 14 പേരുടെ ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ബാക്കി മൃതദേഹങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ അത് 7 മണിയോടെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും നടക്കുകയാണ്. 4 പേരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ തിരിച്ചറിഞ്ഞ 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ രാത്രിയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ തന്നെ 7 മണിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തും. സ്ഥിതിഗതികളൊക്കെ തന്നെയും വിലയിരുത്തും. പരമാവധി ചികിത്സകൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളൊക്കെ തന്നെയും നൽകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് ഇന്നലെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും ആ കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇന്നലെ രാത്രി ആശുപത്രിയിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹം കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നു. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ അദ്ദേഹവും ഇവിടെ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും കൃത്യമായി തന്നെയുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് അധികൃതർ പറയുകയും ചെയ്ത മറ്റ് മെഡിക്കൽ കോളേജുകൾ പ്രത്യേകിച്ച് കോട്ടയം അടക്കമുള്ള മെഡിക്കൽ കോളേജിൽ നിന്നും കൂടുതൽ വിദഗ്ധരായ ഡോക്ടർമാരെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് നടപടിക്രമങ്ങളൊക്കെ തന്നെ പരമാവധി വേഗത്തിലാക്കാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഇന്നലെ നൽകിയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക, അതോടൊപ്പം തന്നെ ഈ DNA പരിശോധന കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ബന്ധുക്കളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ DNA പരിശോധനാ ഫലം നമുക്കറിയാം. DNA പരിശോധനാ ഫലം കൃത്യമായി തന്നെ ലഭിക്കണമെങ്കിൽ ദിവസങ്ങൾ ശേഷിക്കും. അതായത് അതിനുശേഷം മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കുകയും ചെയ്തു. എന്തായാലും അല്പസമയങ്ങൾക്ക് ശേഷം ആരോഗ്യമന്ത്രി ഇവിടേക്ക് എത്തും. അതിനുശേഷം കൃത്യമായി തന്നെ ഇന്നത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഇന്ന് നടത്തുന്ന നടപടിക്രമം ഇപ്പോൾ തുടങ്ങുകയാണ്. ഇത് പ്രാഥമിക സ്റ്റേജിലുണ്ട്. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് കുറച്ച് സമയം ശേഷം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. ഇപ്പോൾ താത്കാലിക നമുക്ക് എന്താണത് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയിലുമൊക്കെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ പരമാവധി ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി കരുതുന്നത്. കാരണം 13 പേർക്കാണ് ഇനി പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 5 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പേർ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആശങ്കയായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയ ദുരന്തത്തിൽ ആ ഒരു നടുക്കം മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് ഈ നാടൊന്നാകെ കടക്കുന്ന ഒരു സമയത്താണ് ഇടുത്തി പോലെ തന്നെ ഇത്തരമൊരു വലിയ ദുരന്തമുണ്ടായത്. അതിൻ്റെ ഒരു ആഘാതത്തിൽ തന്നെയാണ് നിലവിൽ ഈ നാടൊന്നാകെ ഉള്ളത്. ആതിര.